ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധ സഭ വലിയ നോമ്പിൻ്റെ പുണ്യദിനങ്ങളിൽ കൂടെ കടന്നു പോവുകയാണല്ലോ. കർത്താവായ യേശു തമ്പുരാൻ നോക്കിയ 40 ദിവസത്തെ നോമ്പും അവൻ്റെ കഷ്ടാനുഭവങ്ങളും കൂടെ ചേർത്ത് സഭ 50 ദിവസം നോമ്പ് നോക്കുമ്പോൾ ചിലപ്പോഴൊക്കെ എങ്കിലും നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ മനസ്സുകളിൽ, നമ്മുടെ ചിന്തകളിലൊക്കെ ഒരു ചോദ്യം വരും. എൻ്റെ ജീവിതത്തിൽ ചില സങ്കടങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ചില പരീക്ഷകൾ ഒക്കെ ഉണ്ടാകുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ പള്ളിയിൽ പോകുന്നു, നോമ്പ് നോക്കുന്നു, വിശുദ്ധ കുർബാന അനുഭവിക്കുന്നു. എന്നിട്ടും എൻ്റെ ജീവിതങ്ങളിൽ ചില പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നു. ദൈവം എന്നോട് ഇങ്ങനെ ചെയ്യുന്നു? പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. പരിശുദ്ധമായി നോമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചുവല്ലോ, ക്രിസ്തു നോറ്റ 40 ദിവസത്തെ ഉപവാസം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കും. 40 ദിവസത്തെ ഉപവാസവും 40 ദിവസത്തെ പ്രാർത്ഥനയും കഴിഞ്ഞ് മരുഭൂമിയിൽ നിന്ന് കടന്നു വരുന്ന ക്രിസ്തുവിനെ എതിരേൽക്കുന്ന ദൂതന്മാരോ അവൻ്റെ ശിഷ്യഗണങ്ങളോ അങ്ങനെ ആരുമല്ല, മറിച്ച് പിശാചാണ് അവനെ വരവേൽക്കുന്നത്. അവിടെ പിശാച് ക്രിസ്തുവിനെ പരീക്ഷിക്കുന്നത് നമുക്കറിയാം. വിശന്നിരിക്കുന്ന ക്രിസ്തുവിനെ ഇവിടെ പറയുന്നുണ്ട്, കല്ല് കാട്ടി നീ ഇതിനോട് അപ്പമാകുവാൻ പറയുന്നത്. അങ്ങനെ പലതരം മനസ്സിനെ വ്യതിചലിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ ക്രിസ്തുവിൻ്റെ മുൻപിൽ കൊടുക്കുമ്പോൾ ക്രിസ്തു അവനോട് ഒടുവിൽ പറയുന്നുണ്ട്, എന്നെ വിട്ടു പോകുക. ഈ നോമ്പ് കാലഘട്ടം നമ്മളോടും സൂചിപ്പിക്കുന്നതാണ്. സാത്താൻ്റെ പരീക്ഷണങ്ങൾ അത് പല രീതിയിൽ, പല വിധത്തിൽ നമ്മുടെ ജീവിതങ്ങളിലുണ്ടാകാം. അത് ചീത്ത കൂട്ടുകെട്ടുകളാകാം, ലഹരിയുടെ ഉപയോഗങ്ങളാകാം, അല്ലെങ്കിൽ മറ്റ് ആസക്തികളാകാം. അങ്ങനെ പലതും നമ്മുടെ മുൻപിലേക്ക് വരുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി 40 ദിവസം നോമ്പ് നോറ്റ് സാത്താനെ ജയിച്ചതുപോലെ അവൻ നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് കുരിശിൽ മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അവൻ നമുക്ക് വേണ്ടി ഇരിക്കുമ്പോൾ ഈ നോമ്പ് കാലഘട്ടം നമ്മയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ ആ കഷ്ടാനുഭവം നമുക്കും രക്ഷയ്ക്ക് കാരണമാണ് എന്ന് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കോട്ടെ, പ്രയാസങ്ങൾ ഉണ്ടായിക്കോട്ടെ, ദുഃഖങ്ങൾ ഉണ്ടായിക്കോട്ടെ, അവിടെ നമുക്ക് പറയുവാൻ സാധിക്കണം, സാത്താൻ്റെ പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ എന്നെ വിട്ടു പോകൂ എന്ന് പറയുവാൻ എനിക്ക് വേണ്ടി ജീവൻ വെച്ചവനായ എൻ്റെ ക്രിസ്തു ഉണ്ട്, എൻ്റെ ദൈവം എനിക്കുണ്ട് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് പ്രയാസ കാലഘട്ടങ്ങളിൽ ദൈവം നമ്മെ മറന്നു എന്ന് ചിന്തിക്കാതെ, മറിച്ച് അവനും പരീക്ഷണങ്ങളിൽ കൂടി കടന്നുപോയി എന്ന് ഓർത്തുകൊണ്ട് പരീക്ഷകളെ ജയിച്ചവൻ, പാപത്തെ ജയിച്ചവൻ, സാത്താനെ ജയിച്ചവൻ നമുക്ക് വേണ്ടി ഇന്നും സ്വർഗത്തിൽ മധ്യസ്ഥത അണയ്ക്കുന്നു എന്നുള്ള ബോധ്യത്തോടു കൂടി ഈ നോമ്പുകാലം നമുക്കും അനുഗ്രഹത്തിന്, രൂപാന്തരത്തിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു ഉയർപ്പും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുള്ള സാക്ഷ്യവും അനുഗ്രഹപൂർണമായ ഒരു ഉയർപ്പും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.